എനിക്ക് വളരെയധികം വിഷമമുണ്ട് നിങ്ങളുടെ അവസ്ഥകളൊക്കെ ഓർക്കുമ്പോൾ. നിങ്ങൾ അല്പനേരം ഇരുന്നൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ ജീവിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സമൂഹത്തിൽ നിന്ന് വളരെ മോശമായ അനുഭവങ്ങളും കുടുംബത്തിൽ അതിലും മോശമായ അനുഭവങ്ങളും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം നൂറ്റാണ്ടുകളായി ഈ ലോകം പ്രവർത്തിക്കുന്നത് പുരുഷനെതിരായിട്ടാണ്. സോ സിറ്റ് ഡൗൺ ആൻഡ് തിങ്ക്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം കാണുമ്പോൾ എനിക്ക് വളരെ വേദനയുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ, നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ ഭാര്യയോ ഒന്നുമല്ല. അവർക്കൊരിക്കലും അതാകാൻ കഴിയില്ല. ഈ 1-2 നൂറ്റാണ്ടുകൾ കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചെടുത്തൊരു കള്ളം മാത്രമാണത്. യഥാർത്ഥത്തിലുള്ള സോഷ്യൽ സ്ട്രക്ചർ ഇങ്ങനല്ല. നിങ്ങൾ മറ്റ് ജീവികളെ നോക്കി പഠിക്കണം. എല്ലാ ജീവികളും പ്രവർത്തിക്കുന്നത് മാസ്കുലിൻ സ്ട്രെങ്ത്തിന്റെയും മാസ്കുലിൻ കോമ്പിനേഷന്റെയും മാസ്കുലിൻ മാൻഡത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അതായത് പുരുഷന്മാരുടെ കൂട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ മറ്റൊരു പുരുഷനാണ്. ഒരിക്കലും അത് നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ ഭാര്യയോ അല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ ഭാര്യയ്ക്കോ കഴിയില്ല. കാരണം അവരെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ പർപ്പസ് തന്നെ മറ്റൊന്നാണ്. ഭൂരിഭാഗം പുരുഷന്മാരുടെയും ജീവിതത്തിൽ അവരിന്ന് അനുഭവിക്കുന്ന അത്രയും പത്തറ്റിക് ആയിട്ട് സിറ്റുവേഷൻ എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവര് സ്ത്രീകൾക്ക് തുല്യമായ വളരെ വീക്കായിട്ടുള്ള പുരുഷന്മാരെ ആശ്രയിച്ച് അവരുടെ ജീവിതം ജീവിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. അതിൽ നിന്ന് മാറി നിങ്ങൾ എപ്പോൾ മാസ്കുലിറ്റി ബേസ്ഡ് സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നോ അന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെടും. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഫെം സെൻട്രിക് സൊസൈറ്റിയിലാണ്. അതായത് പൂർണ്ണമായും സ്ത്രീയെ ബേസ് ചെയ്ത് നിർമ്മിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീക്ക് അവരുടെ ലൈഫ് വളരെ ഈസി ആവുകയും പുരുഷൻ അവന്റെ ലൈഫ് ഏറ്റവും ഡിഫിക്കൽട്ടായി മാറുകയും ചെയ്തത്. നിങ്ങളുടെ മതത്തിനോ സംസ്കാരത്തിനോ ഒന്നും നിങ്ങൾ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ജോലികളും അവസാനിപ്പിച്ചു വെച്ച് നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കണം. നിങ്ങളെ ആരെങ്കിലും ഈ ലോകത്ത് സ്നേഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളെ ആരും ഈ ലോകത്ത് സ്നേഹിക്കുന്നില്ല. നിങ്ങൾ എന്ന് നിങ്ങളുടെ തൊഴിൽ നിർത്തുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഉപജീവന മാർഗം നിർത്തുന്നോ, അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇവരിൽ നിന്നെല്ലാം വളരെ മോശമായ അനുഭവങ്ങൾ നിങ്ങൾ നേരിടാൻ തുടങ്ങും. അപ്പൊ നിങ്ങളെ ഈ ലോകത്ത് ആരും സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ തൊഴിലിനെയും നിങ്ങൾ സമ്പാദിക്കുന്ന വരുമാനത്തെയാണ് ഇവരെല്ലാം സ്നേഹിക്കുന്നത്. നിങ്ങളോട് ഇവർക്ക് ആർക്കും സ്നേഹമില്ല. നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നത് മാൻഡത്തിനുള്ളിൽ നിന്ന് സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ സമൂഹത്തിനുള്ളിലുള്ള ഗോത്രത്തിന് മാത്രമേ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അതിന് വിരുദ്ധമായി എന്ന് നിങ്ങൾ സ്ത്രീയെ ബേസ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയോ അന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സാമൂഹികമായ എല്ലാ ക്രമങ്ങളും തകർന്നു വീണ് കഴിഞ്ഞു. ഇത് തിരിച്ചറിഞ്ഞ് ജീവിതം തിരുത്താൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടവർ, ആരൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടാത്തവർ, ആരൊക്കെ നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നു, ആരൊക്കെ നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നില്ല, എന്തിനു വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം തൊട്ട് വീണ്ടും വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയും ചിന്തകളെ എല്ലാം ഒരു 200-300 വർഷമായിട്ട് നിയന്ത്രിക്കുന്നത് നിങ്ങളല്ല. നിങ്ങൾ ഇതുവരെ പഠിച്ച അറിവുകളും കാഴ്ചപ്പാടുകളും എല്ലാം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്ന്, ഈ ബ്രെയിൻ വാഷിങ്ങിൽ നിന്ന് തിരിച്ചു കരകയറാൻ കഴിയില്ല. സോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് കുറച്ച് സംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് ജീവിക്കാൻ കഴിയും. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ ഞാനത് ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കണം. ഭൂരിഭാഗം പുരുഷന്മാരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്, നിങ്ങളിലേക്ക് ഒരു സ്ത്രീയെ ആകർഷിക്കാനായി നിങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളോട് ആരൊക്കെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്കുള്ളതിനേക്കാൾ കുറച്ച് മറ്റുള്ളവരോട് പറയുക. അത് നിങ്ങളുടെ കുടുംബത്തോടാകട്ടെ. നിങ്ങളൊരു സ്ത്രീയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു വേണം അവളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ. നിങ്ങൾക്കുള്ളത് പോലും നിങ്ങൾ അവളുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യരുത്. അപ്പോൾ മാത്രമേ നിങ്ങളോട് ആത്മാർത്ഥതയുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. അതുവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗോൾഡ് ഡിഗേഴ്സ് ആണ് കടന്നു വരുന്നത്.
അതായത് നിങ്ങളുടെ പണവും നിങ്ങളുടെ സൗകര്യങ്ങളും നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ആസ്വദിക്കാനാണ് അവൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവള് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. എന്ന് നിങ്ങൾക്ക് വരുമാനമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കും, അന്ന് നിങ്ങളുടെ ബന്ധങ്ങൾ ഓരോന്നോരോന്നായി മുറിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനർത്ഥം നിങ്ങളെ മാനുഷികമായി ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ആരും സ്നേഹിക്കുന്നില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരുടെ ഡ്യൂട്ടി നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതല്ല. നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഗോത്രമാണ്. നിങ്ങളുടെ ഗോത്രം എന്ന് പറയുന്നത് പുരുഷന്മാരാണ്, പുരുഷന്മാരുടെ കൂട്ടമാണ്. അങ്ങനെ ഒരു കൂട്ടം, അങ്ങനെ ഒരു ബ്രദർഹുഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരും നിങ്ങൾക്ക് വേണ്ടി കാണത്തില്ല. ഒരിക്കലും നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കത്തില്ല. ഇന്ന് നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ നിങ്ങളുടെ കൂടെ നിലനിൽക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബാങ്ക് ബാലൻസും സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെ തകരുന്ന നിമിഷം ഈ ആളുകളെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കുറ്റവാളിയാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്ന് നിങ്ങളെപ്പറ്റി ഇതുവരെ നന്മ പറഞ്ഞതും നിങ്ങളെ പറ്റി പുകഴ്ത്തി പറഞ്ഞതും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ഈ ഫാമിലി തന്നെ നിങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസ്തരായ ഒരു കൂട്ടം ആളുകളെ, ഒരു ഗോത്രത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നത് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു മാസ്കുലിൻ ട്രൈബിനെ പരിഗണിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി ഒരിക്കലും പണം മുടക്കിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി ഒരിക്കലും സമയം ചെലവഴിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും ഭാര്യയോടും കാണിക്കുന്ന ആത്മാർത്ഥത നിങ്ങൾ ഒരിക്കലും അവരോട് കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്ന് നിങ്ങൾക്ക് സോഷ്യൽ പ്രൊട്ടക്ഷൻ, എന്ന് നിലവിലെ ലോ ആൻഡ് ഓർഡർ ഇല്ലാതാകുന്നു, അന്ന് നിങ്ങൾക്ക് ആശ്രയിക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കൂടെയുള്ള കരുത്തുറ്റ പുരുഷന്മാര് മാത്രമേ ബാക്കിയുണ്ടാവൂ. നിങ്ങളുടെ സ്ത്രീയും കുടുംബവും ഒന്നും നിങ്ങളെ ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.